അവൾ പുറകിലേക്ക് നടന്നു. അവൻ മീശയൊന്ന് പിരിച്ചു. അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ ഭിത്തിയിൽ തട്ടി നിന്നു. അവൻ അവളുടെ അരികിലേക്ക് ചെന്നു. അവളെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ നിന്നു. അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്തേക്ക് അടിച്ചു. രണ്ടുപേരുടെയും ഹൃദയതാളം ഉയർന്നു. അവൻ്റെ മുഖം മെല്ലെ അവളുടെ കവിളിൽ അമർന്നു. അവൾ അവനോട് ചേർന്ന് നിന്നു. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തി നിർത്തി. അതുവരെ അനുഭവിക്കാത്തൊരു സുരക്ഷിതാവസ്ഥ അവളെ വലയം ചെയ്തു. അവളെ തന്നോട് ചേർത്ത് നിർത്തി അവൻ്റെ കൈകൾ അവളുടെ തോളിലേക്ക് നീണ്ടു. അവൾ പറഞ്ഞ പോലെ പിന്നിവിട്ടിരിക്കുകയായിരുന്നു. അത് കുത്തിക്കൊണ്ട് ചെറുതായി ചോര പൊടിഞ്ഞിട്ടുണ്ട്. അവനത് ശരിക്ക് കുത്തി. അവൻ്റെ കൈകൾ തോളിൽ തൊട്ടപ്പോൾ അവൾക്ക് നാണം വന്നു. അവൻ പതി അവളുടെ തോളിൽ ചുണ്ടു ചേർത്തു. ഉടനെ അവൾ പിടഞ്ഞു മാറി. അവിടെ ചെറുതായി ചോര വന്നിട്ടുണ്ട്. അതുണങ്ങാൻ വേണ്ടിയാണ്, നിവിൻ പറഞ്ഞു. പോടാ. അവൾ കട്ടിലിരുന്നൊരു പില്ലോ എടുത്ത് അവനെ എറിഞ്ഞു. ശേഷം ചീറ്റയോടെ ഓടിപ്പോയി. ഡീ നിന്നെ ഞാൻ. നിവിൻ പുറകെ ഓടിയെങ്കിലും അവൾ താഴേക്ക് പോയിരുന്നു. നിവിൻ വീണ്ടും കുറച്ചു നിമിഷം അവിടെ തന്നെ നിന്നു. അവളില്ലാതെ ഒരു നിമിഷം പോലും തനിക്ക് പറ്റില്ലെന്ന് അവൻ ഓർത്തു. തൻ്റെ ജീവിതത്തിൻ്റെ സംഗീതം ഇപ്പോൾ അവളാണ്, അവൾ മാത്രം. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അവസാനമാണ് വിഷ്ണുവും ഹർഷയും പല്ലവിയും നിവിനും നിതയും ഇരുന്നത്. ആർക്കും സംശയം തോന്നാതിരിക്കാൻ പല്ലവിയാണ് നിതയെ പിടിച്ചുകൊണ്ട് വന്നത്. നിവിനും അത് നല്ല ഐഡിയ ആണെന്ന് തോന്നി. കഴിക്കാനിരിക്കാൻ നേരം നിത തന്നെ നിവിനെ പല്ലവിയുടെ അടുത്ത് കൊണ്ട് ചെന്നിരുത്തി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പല്ലവിക്കൊരു കുസൃതി തോന്നി. അവൾ പതുക്കെ നിവിൻ്റെ ചെവിയിൽ പറഞ്ഞു, നിവിൻ, എനിക്കൊരാഗ്രഹമുണ്ട്. ഈ നിമിഷം നിവിന് സാധിച്ചു തരാൻ പറ്റുമെങ്കിൽ മാത്രം ഞാനിപ്പോൾ പറയാം. ഇപ്പോഴോ? അതെ, സാധിച്ചു തരാമെങ്കിൽ മാത്രമേ പറയൂ. സാധിച്ചു തരാം. നീ ആദ്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ സാധിച്ചു തന്നില്ലെന്നെങ്കിൽ ഞാൻ എന്തൊരു കാമുകനാണടി. ഒട്ടും ആലോചിക്കാതെ തന്നെ അവൻ പറഞ്ഞു. ഉറപ്പാണല്ലോ അല്ലേ? ആണ്. നീ പറ. എനിക്ക് കുറച്ച് ചോറ് നീവിൻ്റെ ഇലയിൽ നിന്ന് വാരിത്തരാമോ? നീവിൻ അത് കേട്ടൊന്ന് ഞെട്ടി. നീതയും ഹർഷയും വിഷ്ണുവും എല്ലാവരും അടുത്തുണ്ട്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എല്ലാത്തിൻ്റെയും ശ്രദ്ധ ഇവിടെ തന്നെയാണ്. ഇത് വല്ലാത്തൊരു ആഗ്രഹമായിപ്പോയി. നിവിൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ സാധിച്ചു തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയില്ലെന്ന്. അതിന് സാധിച്ചു തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവൻ അവൻ്റെ ഇലയിൽ നിന്നും ഒരു വാ ചോറെടുത്ത് എല്ലാവരെയും ഒന്ന് നോക്കി. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അവൻ പെട്ടെന്ന് അതവളുടെ വായിലേക്ക് വച്ചു കൊടുത്തു. വെള്ളം കുടിക്കാനായി അവിടേക്ക് നോക്കിയ ഹർഷ ഇത് കണ്ടു. വിഷ്ണുവിനെയും കാണിച്ചു കൊടുത്തു. എന്തോന്നടാ ഇത്? വിഷ്ണു പറഞ്ഞത് കേട്ട് നിതയും അവിടേക്ക് നോക്കി. എല്ലാവരും നോക്കുന്നത് കണ്ട് നിവിന് ചമ്മൽ തോന്നി. കുഞ്ഞു വാവയ്ക്ക് വാരിക്കൊടുത്തതാണോ? വിഷ്ണു കളിയാക്കി ചോദിച്ചു. അതിനിങ്ങനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിവിക്ക് പല്ലവിയെ അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കണ്ടുപഠിക്ക്. ഹർഷ വിഷ്ണുവിനെ താക്കീത് ചെയ്തു. എങ്കിലും എൻ്റെ ചേട്ടായി, സ്വന്തം പെങ്ങളിവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. നിതയും വിടാൻ ഭാവമില്ല. ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന് നിവിൻ ഒരേ നിർബന്ധം. പല്ലവിയുടെ ആ മറുപടി കേട്ട് നിവിൻ്റെ മുഴുവൻ കിളികളും പാറി പറന്നു. നിനക്ക് ഞാൻ പിന്നെ തരാമെന്ന രീതിയിൽ നിവിൻ പല്ലവി ഒന്ന് നോക്കി. അവൾ അവനെ നോക്കി കണ്ണടച്ച് കാണിച്ചു. ഒരു തൂണിനപ്പുറം ഇതെല്ലാം കണ്ടുകൊണ്ട് ട്രീസ നിൽപ്പുണ്ടായിരുന്നു. പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിവിൻ പല്ലവിയെ തിരികെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. വേണ്ട, നിവിൻ പൊയ്ക്കോളൂ. അമ്മയും അച്ഛനും ഒക്കെ ഇല്ലേ? അപ്പം നീ എങ്ങനെ പോവും? അത് സാരമില്ല, എന്നെ ഹർഷ ചേച്ചി ഡ്രോപ്പ് ചെയ്തോളൂ. എങ്കിലും നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാൽ എനിക്ക് സമാധാനം കാണില്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ അവരെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരാം. വേണ്ട നിവിൻ. വേണം നിവിൻ. നീ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. ഇങ്ങനെ ഒരാളെ കിട്ടാൻ ഭാഗ്യം വേണം പല്ലു. വിഷ്ണു ഒക്കെ എന്നെ എവിടെയെങ്കിലും ഇറക്കി നിർത്തിയിട്ട് പോയ വഴിയാണ്. നിവിൻ നിൻ്റെ കാര്യത്തിൽ നല്ല കെയറിങ് ആണ്, ഹർഷ പറഞ്ഞു. ആ ഭാഗ്യത്തിന് വേണ്ടിയാണ് ചേച്ചി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്, പല്ലവി പറഞ്ഞു. പോകും മുൻപ് ട്രീസയും മാത്യുവും നിതയും പല്ലവിയോട് യാത്ര പറഞ്ഞു. മാത്യു അവളുടെ തലമുടി ഇഴകളിൽ തഴുകി. അയാളുടെ കണ്ണിൽ അവളോടൊരു വാത്സല്യം അലതല്ലി. വീട്ടിൽ ചെന്ന മാത്യുവിനെയും ട്രീസയെയും നിതയെയും ഇറക്കി പോകാൻ തുടങ്ങിയ നിവിനെ ട്രീസ വിളിച്ചു.
എന്താ അമ്മച്ചി? നീ പിന്നെ എവിടെ പോവാ? എനിക്ക് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകണം. കുറച്ച് പരിപാടിയും കൂടിയുണ്ട്. എന്തു പരിപാടി? അതൊക്കെ ഉണ്ട്. അല്ല, അമ്മച്ചി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നീ ഒന്ന് വന്നേ. ട്രീസ നിവിനെ വിളിച്ചു പുറത്തേക്കിറങ്ങി. എന്താ അമ്മച്ചി? നീയും ആ കൊച്ചും കൂടെ എന്നാടാ ഒരു കള്ളക്കളി? കർത്താവെ പെട്ട് നിവിൻ മനസ്സിൽ ചിന്തിച്ചു. ഏതു വെച്ച്? ഡാ പൊട്ടക്കളിക്കല്ലേ, അതും പെറ്റ തള്ളയുടെ മുന്നിൽ. ഞാൻ കണ്ടു നീ ഇന്നിരുന്ന് ഊട്ടുന്നതൊക്കെ. അവൾ വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിന്നെ. ഇപ്പോൾ ഉറപ്പായി. ഇനി അമ്മച്ചിയോട് ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് അവന് തോന്നി. എനിക്കിഷ്ടമാണ് അമ്മച്ചി, അവൾക്കും. കുറേ നാളായി. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അവൾ ഈ നാട്ടിൽ പഠിക്കാൻ പോലും വന്നത്. കുറേ നാളെന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് പോരുമ്പോൾ മുതൽ. കറക്റ്റായി പറഞ്ഞ ഒരു 10 വർഷമായി കാണും. ട്രീസ മൂക്കത്ത് വിരൽ വെച്ചു. എടാ കൊച്ചേ, നീ എന്തീ പറയുന്നത്? അവൾ നല്ല ഒച്ചാണ്. പക്ഷേ അപ്പ സമ്മതിക്കുമോ? അവൾ ഹിന്ദു അല്ലേ? എനിക്കതൊന്നും അറിയില്ല. ഞാൻ വേറെ ആരെയും കിട്ടില്ല. അവർ കുറേ നേരം ആലോചനയിൽ മുഴുകി. എനിക്കൊന്ന് അവളെ കാണണം ഇപ്പം തന്നെ, ട്രീസ പറഞ്ഞു. എങ്കി വാ, കയറ്. അവൻ കാറിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് പറഞ്ഞു. ഒന്നും ആലോചിക്കാതെ ട്രീസ കയറി. നിവിൻ വണ്ടി എടുത്തു. കാറ് പോകുന്നത് കണ്ട നിതയും മാത്യുവും പുറത്തേക്ക് വന്നു. നിന്റെ അമ്മച്ചി എവിടെ പോയതാ? മാത്യു നിതയോട് ചോദിച്ചു. എനിക്കറിയില്ലപ്പാ, എന്നോട് പറഞ്ഞില്ല. വണ്ടി വിഷ്ണുവിൻ്റെ വീടിന് മുമ്പിൽ നിന്നപ്പോൾ ട്രീസ പറഞ്ഞു, ഞാൻ അകത്തേക്ക് വരുന്നില്ല, നീ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ട്രീസയുടെ മുഖത്തെ ഗൗരവം നിവിനെ ഞെട്ടിച്ചു. പ്രതീക്ഷ മങ്ങി. നിവിൻ അകത്ത് ചെന്നപ്പോൾ പല്ലവി അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. നീയൊന്ന് വാ. എന്താ നിവിൻ? മുഖം വല്ലാതെ. നിവിൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് പല്ലവി ചോദിച്ചു. അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. പുറത്ത് കാറിലുണ്ട്. പല്ലവിക്ക് ഭയം തോന്നി. അവർ ചെല്ലുമ്പോൾ ട്രീസ കാറിനരികിൽ നിൽപ്പുണ്ടായിരുന്നു. അമ്മച്ചി, നിവിൻ വിളിച്ചു. അവർ പല്ലവിയെ നോക്കി. അവളുടെ മുഖത്തെ ഭയം നന്നായി മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ ഇവളോടൊന്ന് സംസാരിക്കട്ടെ. പല്ലവിയെ കൂട്ടി ട്രീസ അല്പം മാറി നിന്നു. നിവിന് നല്ല ടെൻഷൻ അനുഭവപ്പെട്ടു പല്ലവിയെ കൂട്ടിയപ്പോൾ. അമ്മച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിവിൻ ചിന്തിച്ചു. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും നിവിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല എന്ന് അവൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു. അമ്മച്ചിയുടെ മട്ടും ഭാവവും കണ്ടിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതായി തോന്നുന്നില്ല. പക്ഷെ സന്തോഷത്തോടെ സംസാരിക്കുന്നതായും തോന്നുന്നില്ല. കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നിവിൻ ഓർത്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ട്രീസ പല്ലവിയെയും കൂട്ടി വന്നു. വണ്ടി എടുക്കടാ, ട്രീസ പറഞ്ഞു. ഈ കൊച്ചിനെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടണ്ടേ? നീ നോക്കിയേക്കാതെ വണ്ടിയെടുക്ക്. വണ്ടിയിൽ ട്രീസ പല്ലവിക്കൊപ്പം പുറകിൽ കയറി. അങ്ങോട്ടുള്ള യാത്രയിൽ ആരും ഒന്നും സംസാരിച്ചില്ല. ഫ്ലാറ്റിന് മുന്നിലെത്തിയപ്പോൾ പല്ലവി ഇറങ്ങി. കയറുന്നില്ലേ ട്രീസമ്മേ? അവൾ ചോദിച്ചു. ഇല്ല മോളെ, മറ്റൊരു ദിവസം ആവട്ടെ. ഓക്കെ, ഞാനെന്നാ പോട്ടെ ട്രീസമ്മേ. ശരി മോളെ. ഓക്കെ, ബൈ നിവിൻ. ദൈവമേ, ഇവൾക്ക് എങ്ങനെ ഇത്ര സിമ്പിളായി ഇങ്ങനെ പറയാൻ പറ്റുന്നു? നിവിൻ ഓർത്തു. ബൈ. ഡാ, നീ ഒന്ന് വേഗം വണ്ടി വിട്ടേ, ട്രീസ പറഞ്ഞു. അങ്ങോട്ടുള്ള യാത്രയിൽ എല്ലാം ട്രീസ മൗനമായിരുന്നു. ഒന്നും ചോദിക്കാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. കാറ് നിർത്തിയതും ട്രീസ ഇറങ്ങി അകത്തേക്ക് പോയി. അവനൊരു സമാധാനം കിട്ടിയില്ല. അവൻ ഫോൺ എടുത്ത് പല്ലവിയെ വിളിച്ചു. കുറേ നേരത്തെ ബെല്ലിന് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത്. ഹലോ നിവിൻ, വീട്ടിലെത്തിയോ? അമ്മച്ചി നിന്നോട് എന്താണ് പറഞ്ഞത്? ഒന്ന് സമാധാനപ്പെടും നിവിൻ. ഞാനത് നിവിനോട് പറയാതിരിക്കോ? എങ്കിൽ വേഗം പറ. കല്യാണം കഴിഞ്ഞ് അമ്പലത്തിൽ പോകാൻ എന്നോടൊപ്പം കൂട്ടുവരാമെന്ന് പറഞ്ഞു. പല്ലവി പറഞ്ഞത് കേട്ടതും അവന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. ആണോ? അതെ നിവിൻ. അവൾ ട്രീസ പറഞ്ഞ കാര്യം അവനോട് പറഞ്ഞു. മോളെ, നീ എനിക്ക് ഇതേപോലെയാണ്. നിന്നെ എന്നും എൻ്റെ മോളായി കിട്ടുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.
അവൻ്റെ ഇഷ്ടത്തിലും വലുതല്ല മറ്റൊന്നും ഞങ്ങൾക്ക്. അവൻ്റെ അപ്പായ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അത് കേട്ടതും അവൻ്റെ മനസ്സ് നിറഞ്ഞു. അത്രയും നല്ല മാതാപിതാക്കളെ കിട്ടിയത് തൻ്റെ ഭാഗ്യമാണെന്ന് അവൻ ഓർത്തു. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഫോൺ കട്ട് ചെയ്ത നിവിൻ അടുക്കളയിലേക്ക് ഓടി. അവിടെ എന്തോ ജോലിയിലായിരുന്നു ട്രീസ. അവൻ അവരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.